യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എല്ലാം അല്ലാഹു നൽകി, ഒരുപാട് പരീക്ഷണങ്ങൾ നൽകി. അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തൊരു ദുആ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. റബ്ബി ഖദ ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. രാജാതിരാജനായ അല്ലാഹ്, എനിക്ക് നീ അധികാരം തന്നു റബ്ബേ. മിസ്രിന്റെ ചക്രവർത്തിയായി ഭരണാധികാരിയായി ഞാൻ ഇവിടെ ജീവിച്ചു. എനിക്ക് നീ സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു അല്ലാഹ്. എല്ലാ സൗകര്യങ്ങളും എനിക്ക് നീ നൽകി അല്ലാഹ്. പക്ഷേ സാധുവായ യൂസുഫിന് വേണ്ടത് തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ അൻത വലിയ്യി. അല്ലാഹുവേ, നീയാണ് എന്റെ വലിയ രക്ഷാധികാരി, എല്ലാം തരുന്നവൻ നീയാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്. തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി റബ്ബേ, ഈ ലോകത്തോട് വിട പറയുമ്പോ മുസ്ലിമായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളോടൊപ്പം സജ്ജനങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതാണ് ദുആ ചെയ്തത്. എല്ലോ സൗകര്യം ഉണ്ടായി. ഞാൻ പരിശുദ്ധ റമദാൻ മാസത്തിലെ 9ാമത്തെ തറാവീഹ് നിസ്കരിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകന് നൽകുന്ന പ്രതിഫലം, അത് ഒരു പ്രവാചകനെ ഞാൻ ഉദാഹരണമായിട്ട് യൂസുഫ് നബി പറഞ്ഞാണ്, ആ ഒരു പ്രവാചകന് നൽകുന്ന പ്രതിഫലത്തിന്റെ ഒരു അംശം ഇന്നത്തെ തറാവീഹുകാർക്ക് നൽകുമെന്ന് നബിയുനാ വ ശഫീഉനാ റസൂലുള്ളാഹി